السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. حسنوا أخلاقكم. صدق رسول الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൽസ്വഭാവത്തെക്കുറിച്ചു പറയുന്ന ഖുർആൻ ആയത്തുകളും ഹദീസുകളും മഹാന്മാരുടെ ആസാറുകൾ, ആപ്തവാക്യങ്ങൾ, വീക്ഷണങ്ങളുമൊക്കെ പറഞ്ഞതിൻ്റെ പിറകെ എന്താണ് സൽസ്വഭാവം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ. എന്താണ് നല്ല സ്വഭാവം? ഒരു മുഅ്മിനിന്റെ പ്രധാന ക്വാളിറ്റിയായ സൽസ്വഭാവം എന്താണ് എന്ന് ചെറിയ രീതിയിൽ വിശദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ചത്തെ സംസാരം നമ്മൾ അവസാനിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, എന്താണ് സൽസ്വഭാവം? അത് പുഞ്ചിരിയല്ല. അത് മറ്റുള്ളവരെ സേവിക്കലും സഹായിക്കലും അല്ല. സൽസ്വഭാവിയിൽ നിന്ന് ഇത്തരം നന്മകളും ഗുണഗണങ്ങളും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ആത്യന്തികമായി അതിന്റെ മർമ്മം നമ്മൾ പരിശോധിക്കുമ്പോൾ സൽസ്വഭാവം മറ്റുള്ളവരോട് ചിരിതൂകി സംസാരിക്കുന്നതിലോ നല്ല നിലക്ക് വർത്തിക്കുന്നതോ അല്ല സൽസ്വഭാവം. പിന്നെ അതെന്താണ്? മനസ്സിന്റെ നിർമ്മലമായ, പരിശുദ്ധമായ, ഉന്നതമായ ഒരു അവസ്ഥയാണ് സൽസ്വഭാവം. നല്ല മനസ്സാണ് സൽസ്വഭാവം. നോക്കൂ, നിങ്ങൾ എത്രയെത്ര സൽഗുണസമ്പന്നരായ, ഡീസന്റായ സൽസ്വഭാവികളുണ്ട്. അവർ പരമദരിദ്രരും അവശരുമായതിനാൽ ആരെയും സഹായിക്കാനോ സേവിക്കാനോ അവർക്കാവില്ല. നല്ല മനുഷ്യന്മാരാണ്.
തങ്കക്കുടം പോലത്തെ മനസ്സുള്ള ആൾക്കാരാണ്. ഒരാൾക്കൊരു 5 രൂപ കൊടുത്ത് സഹായിക്കാൻ ഗതിയില്ല അവർക്ക്. ഒരാളോടൊരു നല്ല വാക്ക് പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി നല്ല നിലയ്ക്ക് ഇടപഴകാനുള്ള ആവതുമില്ല. അതുകൊണ്ട് അവർ ദുസ്വഭാവികളാണോ? ഒരിക്കലുമല്ല, അവർ സൽസ്വഭാവികൾ തന്നെ. നേരെ മറിച്ച് മെനകെട്ട സ്വഭാവക്കാരായ ദുസ്വഭാവികളായ ചില ആളുകളിൽ ഇത്തരം നല്ല പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ജനങ്ങൾക്കിടയിൽ പുഞ്ചിരി തൂകി നടക്കും. ചില ആളുകൾ ജനങ്ങൾക്ക് വാരിക്കോരി ദാനം നൽകും. മാനവ സേവയിൽ അവർ സ്ഥിരം എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ അവരുടെ ലക്ഷ്യം പേരും പെരുമയുമായിരിക്കും, അല്ലെങ്കിൽ ഭൗതികമായ കാര്യലാഭങ്ങളായിരിക്കും. ഈ കപടപ്രകടനങ്ങൾ കൊണ്ട് അവർ സൽസ്വഭാവികളാകുമോ? ആളാകാനും പേരെടുക്കാനും വേണ്ടി നല്ല നിലക്ക് പെരുമാറുന്ന ആളുകൾ ആ കപട പെരുമാറ്റം കൊണ്ട് അവർ സൽസ്വഭാവികളാകുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ അവർ ദുസ്വഭാവികളാണ് എന്ന് മാത്രമല്ല, നിഗൂഢമായ ശിർക്ക് കുടികൊള്ളുന്ന കടുത്ത മുശ്രിക്കുകളാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ടോട്ടൽ ആകത്തുക നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? സൽസ്വഭാവം മനസ്സിന്റെ ഒരു ക്വാളിറ്റിയാണ്. ചിലപ്പോൾ അതിന്റെ പ്രകടനങ്ങൾ സാധ്യമാകുന്ന രീതിയിൽ ആ പ്രകടനങ്ങൾ പുറത്തു വരും, ഇല്ലെങ്കിൽ അതില്ലാതിരിക്കും. മനസ്സിന്റെ ക്വാളിറ്റിയുടെ പേരാണ് എന്ത്? സൽസ്വഭാവം. നിങ്ങളെല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇതിന്റെ മഹാത്മ്യം അടിച്ചു പറയുന്ന ആയത്തും ഹദീസും മഹാന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കേട്ട് ആസ്വദിച്ച് പകുതി ഉറക്കത്തിലും ഇരുന്ന് പോയാലും കുഴപ്പമില്ല. ഇത് മർമ്മമാണ്. വിഷയത്തിന്റെ മർമ്മം കാതലിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൽസ്വഭാവമെന്നാൽ അത് മനസ്സിന്റെ ഒരു ക്വാളിറ്റിയാണ്. നിർമ്മലമായ ആത്മാർത്ഥതയുള്ള ഉന്നതമായ ഒരു മനസ്സാണ് സൽസ്വഭാവം. ഈ മനസ്സ് എനിക്കും നിങ്ങൾക്കുണ്ടാകണം. വേണ്ടേ? അള്ളാഹു തരട്ടെ. ഇത് വേണ്ടേ? പൈസ തരട്ടെ എന്ന് പറഞ്ഞാൽ അതിലേറെ ഉറക്കൻ ആമീൻ പറയും ഉച്ചത്തില്, അല്ലേ? നല്ല മനസ്സ് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ഈ ദുആയോടൊപ്പം ആ നല്ല മനസ്സെങ്ങനെ കിട്ടുക? 4 ഘടകങ്ങൾ ക്ലിയറാകണം. ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ 4 കാര്യങ്ങൾ ക്ലിയറാകണം, ശരിപ്പെടണം. ഏതുപോലെ ബാഹ്യഭംഗിയാണല്ലോ ഫേസിന്റെ ഗ്ലാമർ, മുഖഭംഗി, അല്ലെ? ഒരു മനുഷ്യന്റെ ഏറ്റവും അതിപ്രധാനമായ ഭാഗം ഏതാണ്? മുഖമാണ്. അവിടെയാണ് ഭംഗി പ്രകടമാകുന്നത്. ഈ മുഖഭംഗി കൃത്യമാകണമെങ്കിൽ, സമ്പൂർണമാകണമെങ്കിൽ 4 ഘടകങ്ങൾ ശരിയായാലാണ് ഫേസിന്റെ ഭംഗി ക്ലിയർ ആവുള്ളൂ. ഇതുപോലെ ആന്തരിക ഭംഗി, ഉള്ളിലെ ഭംഗി, മനസ്സിന്റെ ഭംഗി ക്ലിയർ ആകാനും 4 ഘടകങ്ങൾ ശരിയാകണം. മുഖഭംഗി ശരിയാകാൻ ഏതൊക്കെ ഘടകങ്ങളാ ശരിയാകേണ്ടത്? നല്ല കവിൾത്തടങ്ങൾ ഉണ്ടാകണം, മനോഹരമായ കണ്ണുകൾ ഉണ്ടാകണം, വടിവത്ത മൂക്കുണ്ടാകണം, അഴകുള്ള ചുണ്ടുകൾ ഉണ്ടാകണം. ഈ 4 പാർട്സും ക്ലിയർ ആയാലാണ് മുഖഭംഗി കറക്റ്റാകുക. ഏതെങ്കിലും ഒന്നിന് ഡാമേജ് ഉണ്ടെങ്കിൽ, കുഴപ്പമുണ്ടെങ്കിൽ അത് മുഖഭംഗിയെ ബാധിക്കും. എല്ലാം ഓക്കെയാണ്, ആള് കോങ്കണ്ണനാണ് അല്ലെങ്കിൽ കോങ്കണ്ണത്തിയാണ്, ആ ഭംഗി ഡാമേജ് തന്നെയാണ്. അല്ലെങ്കിൽ കണ്ണ ഓക്കെയാണ്, മുഖത്തിന്റെ ഷേപ്പ് ക്ലിയർ അല്ല, ഈ മൂക്കിന്റെ ഷേപ്പ് ക്ലിയർ അല്ല. അല്ലെങ്കിൽ കവിൾ തടങ്ങളിൽ കുഴിയും കുരുവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചുണ്ടുകൾ തടിച്ചു വീർത്ത് മലർന്ന ചുണ്ടുകളാണ്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ മുഖഭംഗിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലേ? എല്ലാം ഓക്കെ ആണെങ്കിലോ നല്ല മനോഹരമായ മുഖമുള്ള ആളാവും. ഇതുപോലെ ആന്തരിക സൗന്ദര്യം, ഉള്ളിലെ ഭംഗിയായ സൽസ്വഭാവത്തിനും ഈ പറഞ്ഞതുപോലെ 4 ഘടകങ്ങൾ ക്ലിയറാകണം. ഏതൊക്കെയാണ് ആ 4 ഘടകങ്ങൾ? ഖുവ്വത്തുൽ ഇൽമ്, ഖുവ്വത്തുൽ ഗളബ്, ഖുവ്വത്തുൽ ശഹ്വത്ത്,
ഖുവ്വത്തുൽ അദിൽ, പരിശുദ്ധ ദീൻ പറയുന്നു. നമ്മൾ ആള് ഗ്ലാമർ ആകണമെങ്കിൽ ചില അവയവമൊക്കെ ഫിറ്റാകണ്ടേ കൂട്ടരെ? ഇതുപോലെ മനസ്സ് ഫിറ്റാകണമെങ്കിൽ, മനോഹരമാകണമെങ്കിൽ, സുന്ദരമാകണമെങ്കിൽ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടാകണം. അതൊന്ന് ഖുവ്വത്തുൽ ഇൽമ്, അറിവിന്റെ പവർ, ഇൽമിന്റെ ശക്തി. 2 ഖുവ്വത്തുൽ ഗളബ്, കോപത്തെ, ദേഷ്യത്തെ നിയന്ത്രിക്കാനാകുന്ന ശക്തി, ദേഷ്യത്തെ ഒതുക്കാൻ പറ്റുന്ന ശക്തി. 3 ഖുവ്വത്തു ശഹ്വത്തി, ദുരാഗ്രഹങ്ങളെയും ആർത്തികളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തി. 4 ഖുവ്വത്തുൽ അദിൽ, നീതിയുടെ പവർ, നീതിയുടെ ശക്തി. ഈ 4 ക്വാളിറ്റി എന്നിലുണ്ടോ ഞാൻ സൽസ്വഭാവിയാണ്, നിങ്ങളിലുണ്ടോ നിങ്ങൾ സൽസ്വഭാവികളാണ്. ഒന്നാമതായി പറഞ്ഞെന്താ? ഖുവ്വത്തുൽ ഇൽമ്, അറിവിന്റെ പവർ, അറിവിന്റെ ശക്തി. ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ പ്രഥമവും പ്രധാനവുമായി ഉണ്ടാകേണ്ടത് അറിവെന്ന പവറാണ്. ഈ അറിവെന്ന പവർ ആർജിക്കാനും സമ്പാദിക്കാനും പള്ളി ദർസിലേക്കോ ശരീഅത്ത് കോളേജിലേക്കോ പോകണമെന്നില്ല. ഇതെന്തറിവാണ്? വിശ്വാസത്തിലെ ശരിയും തെറ്റും, വാക്കിലെ നേരും നുണയും, കർമ്മങ്ങളിലെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനാകുന്ന ഒരറിവ്. ആ അറിവിന്റെ ശക്തി ഇത് മുസ്ലിയാർക്കും വല്ലാക്കാക്കും മാത്രം ഉണ്ടാകേണ്ടതോ ഉള്ളതോ അല്ല. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതാണ്. വിശ്വാസത്തിലെ ശരിയും തെറ്റും, വാക്കിലെ നേരും നുണയും, കർമ്മത്തിലെ ശരിതെറ്റുകൾ, ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രാഥമികമായി അറിയൽ നിർബന്ധമായ കാര്യമാണ്. ഇതാണ് റസൂലുള്ള പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ ഓരോ ആണിനും പെണ്ണിനും ഈ അറിവ് ആർജിക്കൽ, അന്വേഷിക്കൽ, തേടിപ്പിടിക്കൽ ഫർളയാണ്, നിർബന്ധ ബാധ്യതയാണ്. ആ അറിവ്, ഈ അറിവ് വേണം ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ. ഈ അറിവ് കിട്ടാന് ദർസിൽ പോണ്ട, ആലിമീങ്ങളെ ക്ലാസ് നിരന്തരം പോയി കേൾക്കണമെന്നില്ല. പിന്നെയോ പരിശുദ്ധരായ, ഉന്നതരായ, സൽഗുണസമ്പന്നരായ, അനുഗ്രഹീതരായ മഹാത്മാക്കളുമായിട്ടുള്ള സഹവാസവും സമ്പർക്കവും, അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ അറിവ് കിട്ടും. മഹാകവി വള്ളത്തോൾ പറഞ്ഞതുപോലെ, മുല്ലപ്പൂം പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. പാറക്കല്ല് എത്ര പരുപരുത്ത സാധനാണ് പാറക്കല്ല്, കല്ല് എന്ന് പറഞ്ഞാല്. പക്ഷേ മുല്ലച്ചെടിയുടെ, മുല്ലവള്ളിയുടെ താഴെയാണ് ആ പാറക്കല്ലിരിക്കുന്നതെങ്കിൽ അതിന്റെ പൂവും പൂമ്പൊടിയും ആ പാറക്കല്ലിനെ തഴുകുമ്പോൾ ജാസ്മിന്റെ, മുല്ലപ്പൂവിന്റെ പരിമളം ആ കല്ലിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങും. ആ സൗരഭ്യം കല്ലിനും പകർന്നു കിട്ടും. ഞാനും നിങ്ങളും പാറക്കല്ല് പോലത്തെ ആളുകളാണെങ്കിലും സൽസ്വഭാവത്തിന് കയ്യും കാലും വെച്ച ഉന്നതമായ ക്വാളിറ്റികളുള്ള പരിശുദ്ധരായ മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കവും സഹവാസവും കൊണ്ട് അവരുടെ ആ നന്മ നമുക്ക് പകർന്നു കിട്ടും. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങളുടെ കൂട്ട് പരിശുദ്ധരായ സത്യസന്ധർക്കൊപ്പമാകണം, അവരുടെ കൂടെ കൂടണമെന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഉത്ബോധിപ്പിച്ചതായി കാണാം. അപ്പോ ഖുവ്വത്തുൽ ഇൽമ്, ആവശ്യത്തിന് മര്യാദക്ക് ജീവിക്കാൻ വേണ്ട പ്രാഥമിക അറിവ്, അത് നമുക്ക് വേണം. നല്ല സൽസ്വഭാവിയാകാൻ പറ്റുള്ളൂ. രണ്ടാമത് പറഞ്ഞ എന്താണ്? 4 ഘടകങ്ങളിൽ രണ്ടാമത്തേത് ഖുവ്വത്തുൽ ഗളബ്, കോപത്തെ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തി. എല്ലാരോടും പൊട്ടിത്തെറിക്കുന്ന, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളെ, ചൂടന്മാരെ ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അയാൾ എപ്പോഴും ഇങ്ങനെ മൂക്കത്താണ് ശുണ്ടി എന്ന് പറയും, പെട്ടെന്ന് ചൂടാവും. എന്നിട്ട് ആ ചൂടൊക്കെ കഴിഞ്ഞിട്ട് പറയും, ഞാൻ അങ്ങനെ ചൂടാകുമ്പോൾ എല്ലാം കഴിഞ്ഞോ, കൈവിട്ടു പോയി. എന്നിട്ട് ആ പറച്ചിലുണ്ടോ വല്ല കാര്യമുണ്ടോ? ഇങ്ങനത്തെ ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, വെറുത്ത് മാറ്റി അകറ്റി നിർത്തും.
അപ്പൊ എന്ത് വേണം? ദേഷ്യം നിറഞ്ഞ വികാരം ഉള്ളിലുണ്ട്. അതിനെ അറിവെന്ന കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ച് നിർത്തുമ്പോൾ മനോഹരമായിരിക്കും അത്. ഇനി ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരോടും എവിടെയും ദേഷ്യപ്പെടാത്തവൻ എന്നർത്ഥമല്ല. അങ്ങനല്ല. ഒരിക്കലും ചൂടാവൂല, ആരോടും ദേഷ്യപ്പെടൂല. ഇതല്ല സൽസ്വഭാവി. അവൻ കഴുതയാണെന്നാണ് ഇമാമുന ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. ആവശ്യമുള്ളോടത്ത് ദേഷ്യപ്പെടണം കൂട്ടരെ. അതിനാണ് ആ വികാരം അല്ലാഹു തന്നത്. അള്ളാഹു അനുവദിച്ചിടത്ത് ദേഷ്യപ്പെടണം. മുഖമൊന്ന് കറുപ്പിക്കണം, കണ്ണൊന്ന് ഉരുട്ടണം. നീതിക്കും സത്യത്തിനും വേണ്ടി രോഷം പ്രകടിപ്പിക്കണം. അനീതിയും അക്രമവും കണ്ടാൽ പുലിക്കുട്ടിയായി മാറുന്നവനാണ് ആര്? സൽസ്വഭാവി. സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ നല്ല ഡീസന്റ് ആളെന്ന് പറഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടാത്ത ആള്. അങ്ങനെയല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ അല്ലാഹു ഖുർആനിലൂടെ വർണ്ണിച്ചു പറഞ്ഞത്, മുൻകാല വേദങ്ങളിൽ അവരെ വർണ്ണിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളായ സ്വഹാബാക്കൾ അവരെ എങ്ങനെ വർണ്ണിച്ചു പറഞ്ഞത്? എപ്പോഴും ശാന്തരായി, എപ്പോഴും പുഞ്ചിരിച്ച് നടക്കുന്നവരെന്നല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, ആ മുത്തുനബിയുടെ ചൂരും മണവും ആസ്വദിച്ച് കൂടെ കൂടി സഹവസിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബാക്കൾ, അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട്, കുഫാർ കൂട്ടത്തോട് രോഷാകുലരാണവര്. കാഫിറുകളോട് കടുത്ത തീരുമാനമെടുക്കുന്നവരാണവർ. റുഹമാഉ ബൈനഹും, അവർ തമ്മിൽ തമ്മിൽ കാരുണ്യവാന്മാരുമാകുന്നു. എന്ന് വെച്ചാൽ സ്വഹാബാക്കൾ വർഗീയവാദികളായിരുന്നു. കാക്കാമാരോടൊക്കെ സ്നേഹം കാണിക്കുകയും മുസ്ലിങ്ങളല്ലാത്തവരോടൊക്കെ കോപിക്കുന്നവ. അങ്ങനെയല്ല. സത്യനിഷേധികളോട്, സത്യനിഷേധം മമ്മാലി കാണിച്ചാൽ, അന്തു കാണിച്ചാൽ, പോക്കര് കാണിച്ചാൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല. പേരോ ജാതിയോ നോക്കിയിട്ടല്ല. സത്യം അസത്യം, സത്യത്തോട് അവർക്ക് പ്രതിബദ്ധതയുണ്ട്. സത്യത്തിന്റെ വക്താക്കളോട് അവർ കരുണയെ കാണിക്കൂ. അസത്യത്തിന്റെ, നിഷേധത്തിന്റെ ആളുകളോട് അവർ കഠിന മനസ്കരായിരിക്കും. ഇതാണ് ഖുവ്വത്തുൽ ഗളബ്, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തി. ഇതൊരു സൽസ്വഭാവിക്ക് വേണം. 3 ഖുവ്വത്തു ശഹ്വത്തി, ആശയെയും ആർത്തിയെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തി. ഈ ശക്തി പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലിശക്കാരായി മാറിയത്. ഈ ശക്തി ചിലർക്കില്ലാത്തത് കൊണ്ടാണ് അവർ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും ഡ്രഗ്സിന്റെ അടിമകളും കവർച്ചയുടെ വക്താക്കളൊക്കെ ആയി മാറിയത്. ആശകളെ, ആർത്തികളെ നിയന്ത്രിക്കാൻ വേണ്ട ശക്തി ഉള്ളിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഈ ശക്തി വേണം. 4 ഖുവ്വത്തുൽ അദ്ൽ, നീതിയുടെ ശക്തി വേണം. ഇതെല്ലാം കൂടി 4 കൂടി കൂടുമ്പോൾ 4 ഫലങ്ങൾ ഉണ്ടാകും. അറിവിന്റെ ശക്തി ഹിക്മത്തായിട്ട് മാറും. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. ഇപ്പൊ നമുക്കുള്ള അറിവ് എന്താണ്? കച്ചവടത്തിന്റെ അറിവ് നമുക്കുണ്ട്. ഒരു വണ്ടി ഇങ്ങോട്ട് പോയിട്ട് അതിന്റെ ബോണറ്റാണ് തുറന്നു നോക്കിയാൽ എത്ര ഇടിച്ചിട്ടുണ്ട്. പേസ്റ്റ് പൊട്ടിയോ പൊട്ടിയില്ലേ? എഞ്ചിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലൊന്ന് കൊടുത്താൽ അത് കിട്ടും. ബോഡി എല്ലാ ഭാഗത്തും ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ലേ? ഇതൊക്കെ ഈ അറിവ്, ഇൽമ് പ്രത്യേകിച്ച് മൂവാറ്റുപുഴക്കാർക്കുണ്ട് ഇല്ലേ? ഉണ്ട്, ആ അറിവുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെ വേണം, ഏത് രൂപത്തിൽ വേണം, അറിവുണ്ട്. ആരോഗ്യം ഫിറ്റാക്കാൻ എങ്ങനെ വേണം, മോർണിംഗ് വാക്ക്, മെക്സവൻ, വ്യായാമ രീതികൾ, ഇതൊക്കെ നമുക്കറിയാം. ഒരു അസുഖം വന്നാൽ അതിനേത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഡോക്ടറെ കാണണം, നമുക്കറിയാം. ഇതുകൊണ്ട് ആയില കൂട്ടരെ, ഇതൊക്കെ ഈ ജീവൻ നിലനിൽക്കുന്ന കാലം മാത്രം ഉപകരിക്കുന്ന അറിവാണ്. അല്ലേ? അല്ലേ? മരിച്ചിട്ട് അനന്തമായ അനശ്വരമായ ലോകത്തേക്ക് വേണ്ട അറിവ് അത് ഹിക്മത്താണ്, ആത്മജ്ഞാനം. മനസ്സിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ്. ഈ അറിവ് വേണം. ഖുവ്വത്തുൽ ഇൽമ്, മഹാന്മാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ, സമ്പർക്കത്തിലൂടെ കിട്ടുന്ന അറിവ് അത് ഹിക്മത്തായി വളരണം. ഹിക്മത്ത് തത്വജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം.
അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താ അറിയോ? വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഏതൊരാൾക്ക് ആത്മജ്ഞാനം കിട്ടി അവന് സർവ്വ ഗുണങ്ങളും കിട്ടിക്കഴിഞ്ഞു. പിന്നെ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആരോഗ്യം വീക്കാണെങ്കിലും കുഴപ്പമില്ല, ആളത്ര സുന്ദരനല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹിക്മത്തുണ്ടെങ്കിൽ, ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ. വമൻ യുഅ്തൽ ഹിക്മത, ഏതൊരാൾക്ക് ആത്മജ്ഞാനം കിട്ടി ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളം നന്മകൾ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അറിവ് ഹിക്മത്തായി വളരണം. ഖുവ്വത്തുൽ ഗളബ്, കോപത്തെ നിയന്ത്രിക്കുന്ന ശക്തി ശജാഅത്തായി മാറണം. ശജാഅത്ത് എന്ന് പറഞ്ഞാൽ ധീരത. ഭീരുത്വം ദുസ്വഭാവമാണോ സൽസ്വഭാവമാണോ? ഭീരുത്വം തീർച്ചയായിട്ടും ദുസ്വഭാവ, പേടിത്തൂറിയൻ. ധീരനായിരിക്കും മുഅ്മിൻ, സൽസ്വഭാവി. അപ്പോ ഈ ദേശത്തെ നിയന്ത്രിക്കുന്ന ശക്തി കൊണ്ട് ശജാഅത്തുണ്ടാകണം. ആശകളെയും ആർത്തികളെയും നിയന്ത്രിക്കുന്ന ശക്തി കൊണ്ട് ഇഫ്ഫത്തുണ്ടാകണം, ആത്മവിശുദ്ധി ഉണ്ടാകണം. നാലാമത്തെ ഖുവ്വത്തുൽ അദ്ൽ കൊണ്ട്, നീതിയുടെ ശക്തി കൊണ്ട് നീതി ഉണ്ടാകണം. നീതി എന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ വളരെയാനേ പറ്റുള്ളൂ. നീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസംഗിക്കാനും എഴുതാനേ പറ്റുള്ളൂ. ലോകത്തുമില്ല, വ്യക്തികളിലുമില്ല, സമൂഹത്തിലുമില്ല, വേൾഡ് തലത്തിൽ ആഗോള തലത്തിലും നീതി എന്ന് പറഞ്ഞ സാധനം മഷിയിട്ട് തെരഞ്ഞാൽ കാണാൻ പറ്റൂല. എവിടെ നീതി എന്താ അറിയോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാർ. ഒരു ഉമ്മാക്ക് ഉപ്പാക്ക് 5 മക്കളാ. മൂത്തക്കാന്റെ കയ്യിൽ നല്ല ചക്രണ്ട്, മറ്റു മക്കളെ അനിയന്മാരെ കയ്യിൽ ഒന്നുമില്ല. ആ മൂത്ത വല്യേട്ടൻ പറഞ്ഞതാണ് അവിടെ നീതി. അതിപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതെന്നെ നീതി, വേറെ നീതിയില്ല. എവിടെയും അങ്ങനെയാണ്. കയ്യൂക്കുള്ളവൻ പറയുന്നത് നീതി. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വാർത്ത എന്താ? ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. അവിടെ അതെന്നല്ലേ കാണണേ? ഒരു കാര്യമില്ലാതെ ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യം ഇറാനെ പോയി അടിച്ചു. അവർ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയായിരുന്നു. അവരുടെ രാഷ്ട്രത്തിന്റെ മെയിൻ ആളായ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഇസ്രായേലിന്റെ ഒത്താശ പ്രകാരം ഇറാഖിന്റെ മണ്ണിലിട്ട് ബോംബിട്ട് കൊന്നു. ഇസ്മായിൽ ഹനിയ എന്ന പലസ്തീൻ വിമോചന പോരാളിയെ ഇറാന്റെ മണ്ണിലിട്ട് ഇസ്രായേൽ ബോംബിട്ട് കൊന്നു. അവരുടെ പട്ടാള മേധാവികളിൽ പലരെയും പലയിടങ്ങളിൽ വെച്ചും ഇസ്രായേൽ കൊന്നു. ഇറാൻ മിണ്ടാതെ നിന്നിട്ടില്ല, ചെറിയ രീതിയിലൊക്കെ പ്രതികരിച്ചു, പക്ഷെ യുദ്ധത്തിന് പോയില്ല. ഇപ്പൊ എന്തുണ്ടായത്? ഏകപക്ഷീയമായി ഇല്ലാത്ത ആണവായുധത്തിന്റെ പേരും പറഞ്ഞ് ടെഹ്റാനെ ഇസ്രായേൽ ആക്രമിച്ചു. അമേരിക്കയാണതിന്റെ പിന്നിൽ. ഇസ്രായേൽ ഈ കുറ്റത്തിലെ 2ാം പ്രതി മാത്രമാണ്. 1ാം പ്രതി അമേരിക്കയാണ്. ട്രംപ് അമ്മാവൻ പശ്ചിമേഷ്യയിൽ വന്നിട്ട് അറബ് തമ്പുരാക്കന്മാരെ ചേർത്ത് പിടിച്ച് തലോടിപ്പോയല്ലോ. അതെന്തിനായിരുന്നു? ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എഴുതി, ഈ വൈക്കൊക്കെ വന്നിട്ട് ഇസ്രായേലിലേക്ക് നോക്കാതെ ട്രംപ് അമ്മാവൻ അറബ് രാജ്യത്ത് വന്നു പോയി എന്ന് സന്തോഷം പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ അത് കൊടും ചതിയായിരുന്നു. ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഗൂഢാലോചന, അതിന് മണ്ണൊരുക്കാൻ, പ്ലാറ്റ്ഫോം ക്ലിയർ ആകാൻ വേണ്ടി സൗദി അടക്കം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ വന്ന് അവിടത്തെ ഭരണാധികാരികളെ സുഖിപ്പിച്ച് അങ്ങേര് പോയി. അടി തുടങ്ങി. എന്താ സംഭവം? ആണവായുധം നിർമ്മിക്കുന്നു. ഇറാൻ പറയുന്നു, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് കൂട്ടനശീകരണ ആയുധങ്ങൾ, അണുബോംബുകൾ ഉണ്ടാക്കാനല്ല, ഊർജ ആവശ്യങ്ങൾക്ക്, വൈദ്യുതി അടക്കമുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്, ഒരിക്കലും അണുബോംബ് നിർമ്മാണത്തിനല്ല. ഞങ്ങളുടെ സുപ്രീം അതോറിറ്റി, ഈ രാജ്യത്തിന്റെ പരമോന്നത ശബ്ദം ആയത്തുള്ള അലി ഖാംനഈയുടെ ഫത്വയുണ്ട്, ഇത്തരം വെപ്പൽസുകൾ നിർമ്മിക്കരുതെന്ന്. ഞങ്ങളത് മാനിക്കുന്നവരാ, ഞങ്ങളത് ഉണ്ടാക്കൂല. ട്രംപും നെതന്യാഹുവും പറഞ്ഞു അത് വിശ്വസിക്കാൻ പറ്റൂല. പണ്ട് ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിനെ അടിച്ച് ഒതുക്കി തകർത്ത് നാമാവശേഷമാക്കി ലക്ഷക്കണക്കിന് പാവങ്ങളായ ഇറാഖി മക്കളെ കൊന്നൊടുക്കി
ആയിരക്കണക്കിന് US പട്ടാളത്തെ കുരുതി കൊടുത്ത് ഇറാഖിനെ അടിച്ചല്ലോ 2003. എന്തിനടിച്ചത്? ഇല്ലാത്ത ആണവായുദ്ധത്തിന്റെ പേര് പറഞ്ഞ്. സദ്ദാമിന്റെ ഒളിയറകളിൽ അണുബോംബുണ്ടെന്ന് ചുമ്മാ തട്ടിവിട്ട് യുദ്ധമെല്ലാം കഴിഞ്ഞ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി നോക്കുമ്പോ അടുപ്പിലിട്ടാൽ ഉച്ചത്തിൽ പൊട്ടുന്ന ഒരു ചക്കക്കുരു പോലും ഇറാഖിന്റെ മണ്ണിൽ നിന്ന് കണ്ടെത്താനായില്ല. രാജ്യം ചോദിച്ചു, നീതിമാന്മാര് ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തെ ലക്ഷങ്ങളെ കൊന്നില്ല, എന്തിന്റെ പേരും പറഞ്ഞ്? എവിടെ ആണവായുധം? അതില്ലായിരുന്നു. ഇപ്പൊ ടെഹ്റാൻ അടിച്ചു. പക്ഷേ ആ അടി 10 അടി ഇറാൻ ഏൽക്കുമ്പോൾ ശത്രുവിന്റെ കരണക്കുറ്റി നോക്കി ഒരു 4 പൊട്ടിക്കൽ പൊട്ടിക്കാൻ ഇറാൻ എന്ന അന്തസ്സുള്ള രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഷിയാക്കളെ സപ്പോർട്ട് ചെയ്യാന്നൊന്നും പറയണ്ട, അതൊക്കെ ചുമ്മാ അടിച്ചുവിടാനേ. ഇപ്പൊ പറയാം ഇറാൻ ഷിയാക്കളല്ലേ, പലസ്തീൻ ആരാ? സുന്നികളാ. ആ പലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്ത് ചുടലപ്പറമ്പ് പോലെ ഗസ മുനമ്പിനെ ആക്കി തീർത്തപ്പോ എന്ത് സുന്നി എന്ത് ഷിയ? മാത്രല്ല ഇവർക്കൊരു ബേസ് ഉണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക് റവല്യൂഷൻ വിപ്ലവം നടന്ന കാലത്ത് അന്ന് ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയായിരുന്നു ഇറാന്റെ ആത്മീയ നേതാവ്. അമേരിക്കയുടെ പാവ സർക്കാർ, ഷാ ഭരണകൂടം, പഹ്ലവിമാരാണ് ഇറാനിൽ ഭരിക്കുന്നത്. അമേരിക്ക പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ലായിരുന്നു. ഇറാന്റെ മണ്ണിൽ നിന്ന് ഖുമൈനി ശബ്ദിച്ചു, നമ്മൾ ഒരിക്കലും പാശ്ചാത്യരുടെ അടിമകളല്ല, നമ്മൾ അള്ളാന്റെ അടിമകളാണ് എന്ന് ശബ്ദിച്ചപ്പോൾ അയാളെ പിടിച്ച് ഫ്രാൻസിലേക്ക് നാട് കടത്തി. ആരെ? ഖുമൈനിയെ. അദ്ദേഹം അവിടെ പോയിട്ട് ഉറങ്ങല്ല, വിശ്രമിക്കല്ല, കാസറ്റിലൂടെ കത്തുകളിലൂടെ ഇറാനിലെ യുവാക്കളെ ഉത്ബുദ്ധരാക്കി. നമ്മുടെ രാജ്യം ഇസ്ലാമിന്റേതാണ്, നമ്മുടേതാണ്, അമേരിക്കക്ക് അടിമപ്പെടാൻ നമുക്കാവില്ല. നിരന്തരം പ്രസംഗം. ഓലക്കേസറ്റിൽ പ്രസംഗിക്കും, കേസറ്റ് കൊടുത്തുവിടും, കത്തെഴുതും. ആ സമയത്താണ് ഖുമൈനിയുടെ ശിഷ്യന്മാരായ കഴിഞ്ഞുപോയ ഇറാനിലെ 2 നേതാക്കന്മാർ ഡോക്ടർ അലി ശരീയത്തി, മുർത്തള മുത്തഹരി ഫ്രാൻസിലേക്ക് ചെന്നിട്ട് ഖുമൈനിയെ കണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലേ ഇമാമേ, നമ്മൾ എങ്ങനെ ഒരു ഇസ്ലാമിക വിപ്ലവം ഈ ഇട്ടാവട്ടത്തിൽ നടത്തിയ ജയിക്കുക? ഓപ്പോസിറ്റ് അമേരിക്ക ഉണ്ട്, ഓപ്പോസിറ്റ് ബ്രിട്ടൻ ഉണ്ട്, ലോകശക്തികളൊക്കെ നമുക്കെതിരാ, പിന്നെ എങ്ങനെ നമ്മൾ ഈ വിപ്ലവത്തിൽ ജയിക്കാൻ? ഖുമൈനി അന്ന് പറഞ്ഞൊരു മറുപടി എന്താ അറിയാം നിങ്ങൾക്ക്? കണ്ണ് തുറന്ന്, ചെവി തുറന്ന്, മനസ്സ് തുറന്ന് കേൾക്കേണ്ട മറുപടി. എന്താ ഖുമൈനി പറഞ്ഞത്? ആയിക്കോട്ടെ, നമ്മുടെ ഓപ്പോസിറ്റിൽ അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള ലോക വൻശക്തികളൊക്കെ ഉണ്ട്. നമ്മുടെ ശക്തി എന്താ അറിയോ? ഖുർആനിലൊരു ആയത്താണ്. എന്താണ്? ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹു പറഞ്ഞത് കേട്ടാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും അചഞ്ചലമായി നിങ്ങളെ പിടിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുകയല്ല. മാത്രമല്ല ബദറിൽ അത് കാണിച്ചു തന്നു, മൂസാ നബിയിലൂടെ കാണിച്ചു തന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ കാണിച്ചു തന്നു. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിന്നപ്പോ അള്ളാഹുവിന്റെ സഹായം വന്നതും ധീരമായി ചെറുത്തു നിന്നതും ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന് വയസ്സും പ്രായവും ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല. ആ അള്ളാഹു അങ്ങനെ അവിടെ തന്നെ ഉണ്ട്. ആ പടച്ചോനാണ് നമ്മുടെ പ്രതീക്ഷ. ലാസ്റ്റ് എന്തായി? ആ ഇറാൻ വിപ്ലവം വിജയിച്ചില്ലേ? അവർ പിടിച്ചു നിന്നില്ലേ? ഇത് ഏത് ഷിയ പറഞ്ഞാലും ഏത് ഖാദിയാനി പറഞ്ഞാലും ആ പറഞ്ഞത് ശരിയല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? നേരെ മറിച്ച് ബുഷ് പറഞ്ഞതെന്തോ, ട്രംപ് പറഞ്ഞതെന്തോ, നെതന്യാഹു പറഞ്ഞതെന്തോ അത് വേദവാക്യമെന്ന് മനസ്സിലാക്കി പട്ടുമെത്തയിൽ അന്തിയുറങ്ങാൻ, സുഖലോലുപരായി വാഴാൻ, രാജാധിപത്യം സംരക്ഷിക്കാൻ പോകുന്ന പോക്കാണോ ഇസ്ലാമിന്റെ ആദർശം? ഒരിക്കലുമല്ല. ഏതായാലും കണക്കിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ആശുപത്രിക്ക്, ഏതാശുപത്രി? ഗസയിൽ പരിക്കു പറ്റിയ ഇസ്രായേലി പട്ടാളത്തെ ട്രീറ്റ് ചെയ്യുന്ന ഇസ്രായേൽ നഗരത്തിലെ ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് ഇറാൻ നല്ല 1.5 കൊടുക്കൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നെതന്യാഹു പറയാ ഇത് യുദ്ധക്കുറ്റമാണ്, ഇത് പൊറുക്കാൻ പറ്റൂല. വേശ്യയുടെ ചാരിത്ര പ്രസംഗം. ഇയാൾ എത്ര ആശുപത്രിക്ക് ബോംബിട്ടു ഗസയിൽ? ഇനി ഏത് ആശുപത്രി അവിടെ ബാക്കിയുള്ളത്? ഇൻഷാ അല്ലാ ലോകം കാത്തുവെച്ച കാവ്യനീതി അത് പുലരുക തന്നെ ചെയ്യും. ഇസ്രായേലിന്റെ പതനം സംഭവിക്കുക തന്നെ ചെയ്യും. അത് ഇപ്പൊ ഇന്നോ നാളെ ഇറാനെ കൊണ്ട് നടന്നില്ലെങ്കിലും ഉറപ്പായിട്ട് ആ നീതി പുലർന്ന് കാണുക തന്നെ ചെയ്യും. നമ്മളിപ്പോ ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ ദുആ ചെയ്യാണ്. കുറെ കൊല്ലങ്ങളായി, അതും ശരിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അരുമ സ്വഹാബാക്കള് ഉപദ്രവങ്ങളും പീഡനങ്ങളും നിരന്തരമേറ്റപ്പോ മുത്തുനബിയുടെ മുന്നിൽ ചെന്ന് കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മത്താ നസ്റുല്ലാഹ്, മത്താ നസ്റുല്ലാഹ്, എന്താ അല്ലാഹ് സഹായിക്കാത്തെ? അവർ നമ്മെ കല്ലെറിയുന്നു, കൂക്കി വിളിക്കുന്നു, ഊരുവിലക്ക് കൽപ്പിക്കുന്നു, മാരകമായി ഉപദ്രവിക്കുന്നു, അവഹേളിക്കുന്നു. നമ്മൾ സത്യപ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരിക്കെ എന്തേ അള്ളാഹുവിന്റെ സഹായം വരാത്തത് റസൂലേ? ചോദിച്ചില്ലേ? റസൂലുള്ള എന്താ പറയുക? എനിക്കൊരു സമയമുണ്ട് മക്കളെ. മുൻഗാമികളായ നബിമാരെ ഈർച്ചവാളുകൊണ്ട് തലയുടെ മൂർധാവിൽ വെച്ച് ഈർന്നു മുറിച്ച് രണ്ടാക്കി പിളർത്തിയപ്പോ സത്യവിശ്വാസികളെ കൂട്ടം കൂട്ടമായി അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ചുട്ടുകൊന്നപ്പോൾ അവർ ക്ഷമിച്ചിട്ടുണ്ട് മക്കളെ. നമ്മെക്കാൾ പീഡനങ്ങൾ പൂർവീകർ സഹിച്ചിട്ടുണ്ട്. അള്ളാഹ് ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്. വെയിറ്റ്, പ്ലീസ് വെയിറ്റ്. അതുപോലെ മുസ്ലിം ഉമ്മത്തെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഉറപ്പായിട്ടും നീതി പുലരുക തന്നെ ചെയ്യും. ഞാൻ ഇത്ര പറഞ്ഞത് സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. ഖുവ്വത്തുൽ അദ്ൽ, നീതിബോധം വേണം. അപ്പൊ എന്തൊക്കെ വേണം? ഒന്ന് ഖുവ്വത്തുൽ ഇൽമ്, പ്രാഥമികമായ അറിവ് ഒരു മുഅ്മിനിന് വേണം. ഖുവ്വത്തുൽ ഗളബ്, കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ട ശക്തി വേണം. ഖുവ്വത്തുൽ ശഹ്വത്ത്, അനാവശ്യ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ട ശക്തി വേണം. ഖുവ്വത്തുൽ അദ്ൽ, നീതിബോധം വേണം. ഇത് നാലും നമുക്കുണ്ടായാൽ നമ്മൾ സൽസ്വഭാവികളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെയും സൽസ്വഭാവികളാക്കി വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ. ഈ വിഷയത്തിന്റെ കാതലായ വശങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം. 1-2 ആഴ്ചയും കൂടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ സോൺ മേഖലയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് പഠിച്ച ആ വഴിക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഡീസന്റാകാം, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ചു പോകാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.